ഇന്നത്തെ സമഗ്ര റിപ്പോർട്ടുകളുമായി 1 PM ന്യൂസ് ആരംഭിക്കുന്നു. ഞാൻ എസ് വിജയകുമാർ. സംസ്ഥാനത്ത് തീവ്ര വോട്ടർ പട്ടിക പരിഷ്കരണ നടപടികൾ തുടങ്ങി. ബൂത്ത് ലെവൽ ഓഫീസർമാർ വീടുകളിലെത്തി ഫോമുകൾ കൈമാറി തുടങ്ങി. വിവരശേഖരണം 1 മാസം നീണ്ടു നിൽക്കും. പ്രമുഖരുടെ വീടുകളിൽ ജില്ലാ കളക്ടർമാർ നേരിട്ടെത്തി ഫോം വിതരണം ചെയ്തു. ഭരണ പ്രതിപക്ഷ പാർട്ടികളുടെ ശക്തമായ എതിർപ്പിനിടെയാണ് കേരളത്തിൽ SIR നടപടികൾ തുടങ്ങിയത്. തീവ്ര വോട്ടർ പട്ടിക പരിഷ്കരണത്തിന്റെ ആദ്യ നടപടിയാണ് എന്യൂമറേഷൻ ഫോം വിതരണം. വീടുകളിലെത്തി ബൂത്ത് ലെവൽ ഓഫീസർമാർ ഫോം വിതരണം ചെയ്യും. വീട്ടുകാരത് പൂരിപ്പിച്ച് തിരികെ ഏൽപ്പിക്കണം. വോട്ടർ പട്ടികയിലുള്ളവർക്ക് വോട്ടുറപ്പിക്കുന്നതാണ് ഈ നടപടി. കണ്ണൂരിൽ ടി പത്മനാഭന്റെ വീട്ടിലും തൃശൂരിൽ കലാമണ്ഡലം ഗോപിയാശന്റെ വീട്ടിലും ഉദ്യോഗസ്ഥരെത്തി ഫോം വിതരണം ചെയ്തു. ഈ തുടക്കം ഇവിടെ മുതൽക്കാണ് എന്നുള്ളതിൽ എനിക്ക് അങ്ങേയറ്റം സന്തോഷവും അതിന് അഭിമാനവും തോന്നുന്നുണ്ട്. ഒരു വോട്ടും മിസ് ചെയ്യരുത്, മരിക്കുന്നത് വരെ വോട്ട് ചെയ്യണം. ഇപ്പോഴത്രേ പറയത്തുള്ളൂ. ഡ്യൂട്ടിയുടെ ഭാഗമാകുന്ന BLOമാർക്ക് 1 മാസം പൂർണ്ണമായും SIR ഡ്യൂട്ടി ആയിരിക്കും. ഞങ്ങളെ BLOമാരെന്ന രീതിയിൽ ഞങ്ങളെല്ലാവർക്കും ഏരിയയിലുള്ള എല്ലാവർക്കും ഞങ്ങൾ അറിയാമെന്നുള്ളതാണ്. അതുകൊണ്ട് അവർ പറഞ്ഞാൽ ഞങ്ങൾ പറഞ്ഞാൽ എന്തായാലും വിശ്വസിക്കുന്നുള്ള ഉറപ്പുണ്ട്. അപ്പോൾ ഞങ്ങൾ ഫോം കൊടുത്ത് ഞങ്ങളത് സൈൻ ചെയ്ത് വാങ്ങിക്കും. നമ്മൾ അംഗൻവാടി വർക്കേഴ്സാണ്. അപ്പോൾ അതുകൊണ്ട് മറ്റുള്ള ജോലികൾ ചെയ്യാതിരിക്കാൻ പറ്റില്ല. അതും കൂടെ ഉൾപ്പെടുത്തിയേ ചെയ്യാൻ പറ്റുള്ളൂ. അങ്ങനെ തുടരെയായിട്ട് നമുക്ക് ലീവ് എടുക്കാൻ പറ്റില്ല. ആഴ്ചയിൽ 1-2 ദിവസങ്ങളൊക്കെ, പിന്നെ അല്ലാത്ത ദിവസം സൺഡേ, ശനിയാഴ്ച അങ്ങനെയൊക്കെയുള്ള ദിവസങ്ങളിൽ കൊടുത്തു തീർത്ത് ചെയ്യാനേ പറ്റും. BLOമാർക്ക് ലഭിച്ച അപേക്ഷകളുടെ അടിസ്ഥാനത്തിൽ കരട് വോട്ടർ പട്ടിക തയ്യാറാക്കേണ്ടത് നിയമസഭാ മണ്ഡലത്തിൽ നിയോഗിച്ചിട്ടുള്ള ഇലക്ട്രൽ രജിസ്ട്രേഷൻ ഓഫീസറാണ്. രേഖകൾ ആവശ്യമുള്ളവർക്ക് ERO നോട്ടീസ് അയക്കും. ആദ്യം കരട് പട്ടികയും പിന്നീട് അന്തിമ പട്ടികയും പ്രസിദ്ധീകരിക്കുന്നതാണ് രീതി. SIR നടപ്പാക്കുന്നതിനെതിരെ സർക്കാർ വിളിച്ച സർവകക്ഷി യോഗം നാളെ നടക്കും. 24 തിരുവനന്തപുരം. PM ശ്രീ പദ്ധതിയിൽ ഒപ്പുവെച്ചതിനെതിരെ CPM സംസ്ഥാന കമ്മിറ്റിയിൽ വിമർശനം. മന്ത്രിസഭയിലും മുന്നണിയിലും ചർച്ച ചെയ്യാതെ ധാരണാപത്രത്തിൽ ഒപ്പിട്ടത് വിശദീകരിക്കണമെന്ന് അംഗങ്ങൾ ആവശ്യപ്പെട്ടു. ചർച്ച കൂടാതെ ഒപ്പിട്ടത് വീഴ്ചയാണ് എന്ന് സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദനും സമ്മതിച്ചു. പുതിയ പദ്ധതി മരവിപ്പിക്കണമെന്നാവശ്യപ്പെട്ടുള്ള കത്ത് സംസ്ഥാനം ഇന്ന് കേന്ദ്രത്തിന് അയക്കും. 24 ബ്രേക്കിംഗ്. PM ശ്രീ പദ്ധതിയുടെ ധാരണാപത്രത്തിൽ ചർച്ച കൂടാതെ ഒപ്പുവെച്ചതിൽ വീഴ്ച സംഭവിച്ചുവെന്ന CPM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദന്റെ തുറന്നുപറച്ചിൽ യാദൃച്ഛികമായി സംഭവിച്ചതല്ല. CPM സംസ്ഥാന സമിതിയിൽ നടന്ന വിമർശനങ്ങൾക്ക് പിന്നാലെയാണ് സംസ്ഥാന സെക്രട്ടറിക്ക് വീഴ്ച സമ്മതിക്കേണ്ടി വന്നത്. മുന്നണിയിലും മന്ത്രിസഭയിലും ചർച്ച ചെയ്യാതെ PM ശ്രീ പദ്ധതിയുടെ ധാരണാപത്രത്തിൽ ഒപ്പിട്ടത് എങ്ങനെയെന്ന് നേതൃത്വം വിശദീകരിക്കണമെന്ന് സംസ്ഥാന സമിതിയിൽ ആവശ്യമുയർന്നു. പാർട്ടിയുടെ രാഷ്ട്രീയ നയത്തിൽ നിന്ന് വ്യതിചലിച്ച് പദ്ധതിയോട് യോജിച്ചതിനെയും സംസ്ഥാന സമിതി അംഗങ്ങൾ വിമർശിച്ചു. തെരഞ്ഞെടുപ്പ് കാലത്ത് രാഷ്ട്രീയ തിരിച്ചടിയുണ്ടാക്കുന്നതാണ് PM ശ്രീ വാദമെന്നും അംഗങ്ങൾ ചൂണ്ടിക്കാട്ടി. വിമർശനങ്ങൾക്ക് മറുപടി പറഞ്ഞ സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ വീഴ്ച സമ്മതിക്കുകയായിരുന്നു. ചർച്ച കൂടാതെ പദ്ധതിയുടെ ധാരണാപത്രത്തിൽ ഒപ്പിട്ടത് വീഴ്ചയാണെന്നായിരുന്നു MV ഗോവിന്ദന്റെ കുറ്റസമ്മതം. കേന്ദ്രാവിഷ്കൃത പദ്ധതികൾ നടപ്പിലാക്കുമ്പോൾ രാഷ്ട്രീയ നയം പാലിക്കുന്നതിന് പ്രായോഗിക വൈഷമ്യങ്ങളുണ്ടെന്നും MV ഗോവിന്ദൻ സംസ്ഥാന സമിതിയെ അറിയിച്ചു. പണം നേടിയെടുത്തില്ലെങ്കിൽ വിദ്യാഭ്യാസ വകുപ്പ് സ്തംഭനാവസ്ഥയിലാകുന്നതുകൊണ്ടാണ് ഒപ്പിടേണ്ടി വന്നതെന്നും അദ്ദേഹം വിശദീകരിച്ചു. PM ശ്രീ പദ്ധതി മരവിപ്പിക്കണമെന്നാവശ്യപ്പെട്ട് ഇന്ന് കേന്ദ്രത്തിന് കത്തയക്കും. കത്തിന്റെ കരട് മുഖ്യമന്ത്രി പരിശോധിച്ച ശേഷം പൊതുവിദ്യാഭ്യാസ വകുപ്പായിരിക്കും കത്തയക്കുക. ഇതേപ്പറ്റിയുള്ള ചോദ്യത്തോട് മന്ത്രി V ശിവൻകുട്ടി പ്രതികരിച്ചില്ല. PM ശ്രീ മരവിപ്പിക്കുന്നതുമായി ബന്ധപ്പെട്ട കത്ത് ഇന്നിപ്പോൾ കേന്ദ്രത്തിന് അയക്കും. മുഖ്യമന്ത്രി പരിശോധിച്ചോ? അല്ല, അത് പറഞ്ഞു കഴിഞ്ഞു. R ശ്രീജിത്ത്, 24 തിരുവനന്തപുരം. അതേസമയം PM ശ്രീ പദ്ധതി വിവാദത്തിൽ CPI സംസ്ഥാന സെക്രട്ടറി ബിനോയ് വിശ്വത്തിന് എന്ത് സർക്കാർ എന്ന പരാമർശത്തിനെതിരെ മുതിർന്ന CPM നേതാവ് AK ബാലൻ സർക്കാരിന്റെ നിലനിൽപ്പിനെ ചോദ്യം ചെയ്യുന്നതാണ് പരാമർശമെന്ന് AK ബാലൻ 24നോട് പറഞ്ഞു. CPIയുടെ ഭാഗത്തു നിന്ന് വന്നിട്ടുള്ള ചില പരാമർശങ്ങൾ ഒഴിവാക്കേണ്ടതായിരുന്നു എന്നുള്ളത് അവർ തന്നെ ഇപ്പോൾ സമ്മതിക്കുന്നുണ്ട്. ബഹുമാനപ്പെട്ട ഒരു മന്ത്രി GR അനിൽ CPIയുടെ സംസ്ഥാന സെക്രട്ടറിയുടെ അടുത്തിരുന്നിട്ടാണ് CPIയുടെ സംസ്ഥാന സെക്രട്ടറി ചോദിക്കുന്നത്, ഇത് എന്ത് ഗവൺമെൻറ് കൂട്ടുത്തരവാദിത്വമുണ്ടോ? അത് വരുമ്പോൾ ഭരണഘടനാപരമായി ആ ഗവൺമെൻറ്റിൻ്റെ നിലനിൽപ്പിനെ ചോദ്യം ചെയ്യുന്നതാണ്. സംസ്ഥാന ചലച്ചിത്ര പുരസ്കാരത്തിൽ ബാലതാരങ്ങൾക്ക് പുരസ്കാരം നൽകാത്തതിൽ വിവാദം. ബാലതാരങ്ങളെ അവഗണിച്ചെന്നും ജൂറി നിലപാട് പ്രതിഷേധാർഹമാണെന്നും കുറ്റപ്പെടുത്തി സ്ഥാനാർത്ഥി ശ്രീകുട്ടൻ എന്ന സിനിമയുടെ സംവിധായകൻ വിനേഷ് വിശ്വനാഥും ബാലതാരം ദേവനന്ദയും രംഗത്തെത്തി. പരാതി ചർച്ച ചെയ്യുമെന്നും അവാർഡിന് അർഹമായ സിനിമകളില്ല എന്നാണ് ജൂറി അറിയിച്ചതെന്നുമാണ് സാംസ്കാരിക മന്ത്രി സജി ചെറിയാന്റെ വിശദീകരണം. ബാലതാരങ്ങളോ കുട്ടികൾക്കായുള്ള സിനിമയോ ഇന്നലെ പ്രഖ്യാപിച്ച ചലച്ചിത്ര പുരസ്കാരത്തിൽ ഇടം നേടിയിരുന്നില്ല. കുട്ടികളുടെ ക്രിയേറ്റീവായ സിനിമകളില്ലെന്നും
അത്തരം സിനിമകൾ കണ്ടെത്തണമെന്നുമായിരുന്നു ജൂറിയുടെ പരാമർശം. ഇതിന് പിന്നാലെയാണ് പ്രതിഷേധവുമായി സിനിമാ പ്രവർത്തകർ രംഗത്തെത്തിയത്. മികച്ച ബാലതാരത്തിനുള്ള പുരസ്കാരം പൂർണ്ണമായും ഒഴിവാക്കിയത് പ്രതിഷേധാർഹമെന്ന് സ്ഥാനാർത്ഥി ശ്രീകുട്ടൻ സിനിമയുടെ സംവിധായകൻ വിനേഷ് വിശ്വനാഥ് 24നോട് പറഞ്ഞു. കഴിഞ്ഞ കുറച്ച് വർഷങ്ങളായി ഈ കാറ്റഗറിയോട് തന്നെ ഉണ്ടാവുന്നുണ്ട്. ഒരു ബെസ്റ്റ് ചൈൽഡ് ആക്ടറിനുള്ള അവാർഡ് ഇങ്ങനെ അങ്ങ് മാറ്റിവെച്ച് പോവുകയാണ്. പ്രാദേശികമായിട്ട് മലയാളത്തിലേക്ക് വരുമ്പോൾ മാത്രം ഇങ്ങനെ ഒരു പക്ഷപാതം ഇപ്പോഴും നിലനിൽക്കുന്നുണ്ട്. എന്നാൽ കൂടിയും ഈ ബെസ്റ്റ് ചൈൽഡ് ആക്ടർ എന്നുള്ള അവാർഡ് അർഹരല്ല എന്ന് പറഞ്ഞ് മാറ്റിവെക്കപ്പെടേണ്ടതല്ല. വിഷയം ചർച്ച ചെയ്യുമെന്ന് മന്ത്രി സജി ചെറിയാൻ. തിരുവനന്തപുരത്ത് ചെന്നാൽ ഈ സിനിമാ ഇൻഡസ്ട്രിയിൽ ബന്ധപ്പെട്ടവരുടെ യോഗം വിളിച്ചുകൂട്ടി ഇവർ ചൂണ്ടിക്കാണിച്ചിട്ടുള്ള കുറവുകൾ അത് ഒരു കുറവല്ല, പല കുറവുകൾ അവർ ചൂണ്ടിക്കാണിച്ചിട്ട് ആ കുറവുകളെല്ലാം അവരുടെ ശ്രദ്ധപ്പെടുത്തിയിട്ട് നമുക്കതിനെ എങ്ങനെ രൂപാന്തരപ്പെടുത്താൻ കഴിയുമെന്ന നടപടി ഉണ്ടാകും. ബാലതാരങ്ങൾക്ക് പുരസ്കാരം നൽകാത്തതിൽ ദേവനന്ദയും രംഗത്തെത്തി. ബാലതാരങ്ങൾക്കും അവകാശങ്ങളുണ്ടെന്നും കുട്ടികളും സമൂഹത്തെ ഭാഗമാണെന്നും ദേവനന്ദ സമൂഹമാധ്യമത്തിൽ കുറിച്ചു. ആൻമരിയ സനി, 24, കൊച്ചി. തമിഴ്നാട് പോലീസിന്റെ കസ്റ്റഡിയിൽ നിന്ന് തൃശൂരിൽ വെച്ച് ചാടിപ്പോയ കുപ്രസിദ്ധ മോഷ്ടാവ് ബാലമുരുകനെ ഇതുവരെയും പിടികൂടാനായില്ല. പ്രതിക്ക് തമിഴ്നാട് പോലീസിന്റെ സഹായം കിട്ടി എന്നാണ് സംശയം. ഭക്ഷണം കഴിക്കാനായി മാറ്റിയ കൈവിലങ്ങ് തിരികെ അണിയിക്കാത്തതിലും ദുരൂഹതയുണ്ട്. വിയൂർ ജയിൽ പരിസരം കേന്ദ്രീകരിച്ചാണ് ഇപ്പോൾ തെരച്ചിൽ. തമിഴ്നാട്ടിൽ രജിസ്റ്റർ ചെയ്ത കേസിൽ വിരുദനഗറിലെ കോടതിയിൽ ഹാജരാക്കി വിയൂർ സെൻട്രൽ ജയിലിലേക്ക് തിരികെ എത്തിക്കുമ്പോഴാണ് സംഭവം. വിയൂർ സെൻട്രൽ ജയിൽ പരിസരത്ത് നിന്ന് 50 മീറ്റർ അകലെ വെച്ച് ഇന്നലെ രാത്രി 9:30 ബാലമുരുകൻ തമിഴ്നാട് പോലീസിന്റെ കസ്റ്റഡിയിൽ നിന്ന് രക്ഷപ്പെട്ടത്. പ്രതി ചാടിപ്പോയതിൽ ബാലമുരുകനെ തിരികെ കൊണ്ടുവന്ന തമിഴ്നാട് പോലീസ് ഉദ്യോഗസ്ഥർക്ക് പങ്കുണ്ടോ എന്ന സംശയവും ഉയരുന്നുണ്ട്. പ്രതി ആവശ്യപ്പെട്ടപ്പോൾ വാഹനം നിർത്തിയതിലും കൈവിലങ്ങ് മാറ്റിയതിലും വീഴ്ച സംഭവിച്ചതാണ് കണ്ടെത്തൽ. മൂത്രമൊഴിക്കാൻ വാഹനം നിർത്തിയപ്പോൾ കടന്നു കളഞ്ഞെന്നാണ് ഉദ്യോഗസ്ഥരുടെ മൊഴി. ഭക്ഷണം കഴിക്കാൻ നേരം അഴിച്ച കൈവിലങ്ങ് പൂട്ടിയിരുന്നില്ലെന്ന് തമിഴ്നാട് പോലീസ് പറയുന്നു. ചാടിപ്പോയ പ്രതി ആദ്യം ജയിൽ പരിസരത്തേക്കും പിന്നീട് റോഡിലേക്കും പോയി. ഇതിനുശേഷമാണ് വിയൂർ ജയിലിൽ വിവരം അറിയിക്കുന്നത്. ബാലമുരുകനായി തൃശൂർ നഗരം കേന്ദ്രീകരിച്ചാണ് നിലവിലെ പരിശോധന. ബാലമുരുകന്റെ പുതിയ ചിത്രങ്ങൾ പോലീസ് പുറത്തുവിട്ടു. തമിഴ്നാട് ബന്തൽക്കുടി എസ് ഐ നാഗരാജന്റെ നേതൃത്വത്തിലുള്ള സംഘമാണ് പ്രതിയെ എത്തിച്ചത്. മുൻപ് 2 വട്ടം പോലീസ് കസ്റ്റഡിയിൽ നിന്ന് ബാലമുരുകൻ ചാടിപ്പോയിരുന്നു. റോഡരികിൽ സൂക്ഷിക്കുന്ന ബൈക്കുകൾ തട്ടിയെടുത്ത ശേഷം തമിഴ്നാട്ടിലേക്ക് കടക്കുന്നതാണ് പ്രതിയുടെ രീതി. കേരളത്തിലും തമിഴ്നാട്ടിലുമായി 53 ക്രിമിനൽ കേസുകളിൽ പ്രതിയാണ് ബാലമുരുകൻ. 24 തൃശൂർ. തിരുവനന്തപുരം വർക്കലയിൽ ട്രെയിനിൽ നിന്ന് മദ്യപൻ തള്ളിയിട്ട ശ്രീകുട്ടിയുടെ ആരോഗ്യനില ഗുരുതരമായി തുടരുന്നു. നിലവിലെ ചികിത്സ തുടരാനാണ് ഡോക്ടേഴ്സിന്റെ തീരുമാനം. ഇക്കാര്യം കുടുംബത്തെ അറിയിച്ചു. വീഴ്ചയുടെ ആഘാതത്തിൽ തലയിൽ പലയിടത്തും ചതവുകളുണ്ട്. തലച്ചോറിനേറ്റ പരുക്ക് ഗുരുതരമാണ്. പെൺകുട്ടി അപകടനില തരണം ചെയ്തെന്ന് നിലവിൽ പറയാനാകില്ലെന്നാണ് ഡോക്ടേഴ്സ് വ്യക്തമാക്കുന്നത്. മെഡിക്കൽ കോളേജിലെ മൾട്ടി സ്പെഷ്യാലിറ്റി ബ്ലോക്കിൽ ക്രിട്ടിക്കൽ കെയർ വിഭാഗത്തിലാണ് ചികിത്സയിൽ തുടരുന്നത്. സർജറി, ന്യൂറോ, ക്രിട്ടിക്കൽ കെയർ ഉൾപ്പെട്ട വിവിധ വിഭാഗങ്ങളിലെ ഡോക്ടേഴ്സ് അടങ്ങുന്ന സംഘമാണ് ചികിത്സയ്ക്ക് നേതൃത്വം നൽകുന്നത്. ചതവുകൾ സുഖപ്പെടാൻ സമയമെടുക്കുമെന്ന കാര്യം ഡോക്ടേഴ്സ് പെൺകുട്ടിയുടെ കുടുംബത്തെ അറിയിച്ചു. കുടുംബത്തിന്റെ ആശങ്കകൾ പരിഹരിക്കുമെന്നും സാധ്യമായതെല്ലാം ചെയ്യുമെന്നുമാണ് ഡോക്ടർമാരുടെ പ്രതികരണം. ഡോക്ടേഴ്സ് ആരോഗ്യ വിവരം അറിയിക്കുന്നില്ലെന്നായിരുന്നു ശ്രീകുട്ടിയുടെ മാതാവ് പ്രിയദർശിനിയുടെ പരാതി. ട്രീറ്റ്മെന്റിന്റെ പ്രത്യേകിച്ച് ഇന്നതാണ് ചെയ്തത്, അല്ലെങ്കിൽ ഉച്ചയ്ക്ക് ശേഷം നിങ്ങൾക്ക് ഞങ്ങൾ ഇത്രയും ഒരു ബോർഡ് രൂപീകരിച്ചിട്ട് ഇത്രയും ചെയ്തു എന്നുള്ളതിന് അതിനുശേഷം ഞാൻ ഒരു ഡോക്ടറെയും മീറ്റ് ചെയ്തിട്ടില്ല, ഒരു ഡോക്ടർ എന്നെ മീറ്റ് ചെയ്തിട്ടില്ല, അല്ലെങ്കിൽ എൻ്റെ കൂടെ ഉള്ളവരെ വിളിച്ച് സംസാരിച്ചിട്ടില്ല. ആക്രമണം നടത്തിയ സുരേഷ് കുമാറിനെതിരെ വധശ്രമത്തിനാണ് കേസെടുത്തിട്ടുള്ളത്. ഉടൻ തന്നെ പ്രതിക്കായി പോലീസ് കസ്റ്റഡി അപേക്ഷ നൽകും. അതേസമയം ആക്രമണത്തിന്റെ പശ്ചാത്തലത്തിൽ ട്രെയിനുകളിലെ സുരക്ഷ വർദ്ധിപ്പിക്കണമെന്നാവശ്യപ്പെട്ട് കേരള മുഖ്യമന്ത്രിക്കും കേന്ദ്ര റെയിൽവേ മന്ത്രിക്കും KC വേണുഗോപാൽ MP കത്ത് നൽകി. 24 തിരുവനന്തപുരം. കണ്ണൂർ റെയിൽവേ സ്റ്റേഷനിൽ RPF ഉദ്യോഗസ്ഥന് നേരെ ആക്രമണം. മുൻ സൈനികനും റെയിൽവേ താൽക്കാലിക ജീവനക്കാരനുമായ മമ്പറം സ്വദേശി ധനേഷാണ് RPF ഉദ്യോഗസ്ഥനായ ശശിധരനെ ആക്രമിച്ചത്. ധനേഷിനെ റെയിൽവേ പോലീസ് പിന്നീട് അറസ്റ്റ് ചെയ്തു. ഇന്നലെ അർദ്ധരാത്രിയായിരുന്നു സംഭവം. കണ്ണൂർ റെയിൽവേ സ്റ്റേഷനിലെ 1ാം പ്ലാറ്റ്ഫോമിൽ കിടന്നുറങ്ങുകയായിരുന്നു ധനേഷ്. ഇയാളുടെ ഫോൺ നിലത്ത് വീണത് കണ്ടാണ് ശശിധരൻ ഉൾപ്പെടെയുള്ള ഉദ്യോഗസ്ഥർ അടുത്തെത്തിയത്. തുടർന്ന് ധനേഷിനോട് ടിക്കറ്റ് ആവശ്യപ്പെട്ടു. ഇത് ഇഷ്ടപ്പെടാതിരുന്ന ധനേഷ് RPF ഉദ്യോഗസ്ഥനെ മർദ്ദിക്കുകയും കയ്യിൽ കടിക്കുകയുമായിരുന്നു. ഇതോടെ റെയിൽവേ പോലീസ് പ്രതിയെ കീഴ്പ്പെടുത്തി കസ്റ്റഡിയിലെടുത്തു. കൈയേറ്റം ചെയ്യുക മാത്രമല്ല യൂണിഫോം വലിച്ചു കീറി അയാളെ ബോഡി ക്യാമറ നശിപ്പിച്ചു, പോരാത്തത് കടിച്ച് പരിക്കേൽപ്പിക്കുകയും ചെയ്തു. FIR രജിസ്റ്റർ ചെയ്തിട്ടുണ്ട്. അപ്പോൾ കേസിപ്പോൾ അന്വേഷണത്തിന്റെ ഘട്ടത്തിലാണ്. അവനെ കസ്റ്റഡിയിലെടുത്തിട്ടുണ്ടായിരുന്നു. പ്രതിനെ കൈയോടെ പിടിച്ചു. RPF ഉദ്യോഗസ്ഥന്റെ യൂണിഫോമിൽ ഘടിപ്പിച്ചിരുന്ന 15,000 രൂപ വില വരുന്ന ക്യാമറയും ആക്രമണത്തിൽ നശിച്ചു.
കാസർഗോഡ് ഉപ്പളയിൽ ഗേറ്റ് കീപ്പറായി ജോലി ചെയ്യുന്ന ആളാണ് ധനേഷ് എന്ന് പോലീസ് വ്യക്തമാക്കി. കൊല്ലത്ത് ട്രെയിൻ യാത്രയ്ക്കിടെ ഭിന്നശേഷിക്കാരനെ യുവാവ് മർദ്ദിച്ചു. ആലപ്പുഴ താമരക്കുളം വല്യത്ത് വീട്ടിൽ നാസറിനാണ് മർദ്ദനമേറ്റത്. അക്രമിയെ സഹയാത്രികർ തടഞ്ഞുവെച്ചെങ്കിലും ഇയാൾ പുറത്തേക്കോടി രക്ഷപ്പെട്ടു. അക്രമിക്കായി റെയിൽവേ പോലീസ് അന്വേഷണം ഊർജിതമാക്കി. 24 കണ്ണൂർ. ബീഹാറിൽ ആദ്യഘട്ട വോട്ടെടുപ്പിനുള്ള പരസ്യ പ്രചാരണം ഇന്ന് അവസാനിക്കാനിരിക്കെ സ്ത്രീകൾക്കും കർഷകർക്കും വാഗ്ദാനങ്ങളുമായി മഹാസഖ്യത്തിന്റെ മുഖ്യമന്ത്രി സ്ഥാനാർത്ഥി തേജസ്വി യാദവ്. സ്ത്രീകൾക്ക് 30,000 രൂപയും കർഷകർക്ക് താങ്ങുവിലയ്ക്ക് പുറമെ സാമ്പത്തിക സഹായവുമാണ് അധികാരത്തിലെത്തിയാൽ ഉള്ള വാഗ്ദാനം. പ്രധാനമന്ത്രി നരേന്ദ്രമോദി, കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ, BJP ദേശീയ അധ്യക്ഷൻ JP നദ്ദ തുടങ്ങിയവർ NDA പ്രചാരണത്തിനായി ബീഹാറിലുണ്ട്. സ്ത്രീ വോട്ടർമാരെ ഒപ്പം നിർത്താൻ പരമാവധി ശ്രമത്തിലാണ് മഹാസഖ്യം. മായി ബഹിൻ മാൻ യോജന എന്ന പേരിലുള്ള പദ്ധതി വഴി അധികാരത്തിലെത്തിയാൽ ജനുവരി മാസം തന്നെ 30,000 രൂപ സ്ത്രീകളുടെ അക്കൗണ്ടിലേക്ക് എത്തുമെന്നാണ് പ്രഖ്യാപനം. 1 ക്വിന്റൽ നെല്ലിന് 300 രൂപയും 1 ക്വിന്റൽ ഗോതമ്പിന് 400 രൂപയും താങ്ങുവിലയ്ക്ക് പുറമേ നൽകുമെന്നും മഹാസഖ്യത്തിന്റെ മുഖ്യമന്ത്രി സ്ഥാനാർത്ഥി തേജസ്വി യാദവ് പറഞ്ഞു. NDAയുടെ വനിതാ പ്രവർത്തകരുടെ പ്രത്യേക പരിപാടിയിൽ പ്രധാനമന്ത്രി ഇന്ന് പങ്കെടുക്കുന്നുണ്ട്. 18 ജില്ലകളിലായി 121 മണ്ഡലങ്ങളാണ് മറ്റന്നാൾ ജനവിധി തേടുക. മഹാസഖ്യത്തിന്റെ മുഖ്യമന്ത്രി സ്ഥാനാർത്ഥി തേജസ്വി യാദവ് നിലവിലെ ഉപമുഖ്യമന്ത്രിയും BJP നേതാവുമായ സാമ്രാജ് ചൌധരി, ഗായിക മൈഥിലി ഠാക്കൂർ തുടങ്ങിയ പ്രമുഖർ ആദ്യഘട്ടത്തിൽ ജനവിധി തേടുന്നവരാണ്. നവംബർ 11-നാണ് ശേഷിച്ച 122 സീറ്റുകളിൽ വോട്ടിംഗ്. 14-ന് ബീഹാറിന്റെ ജനവിധി അറിയാം. തെരഞ്ഞെടുപ്പ് കാലത്ത് മദ്യവും കുഴൽപ്പണവും അടക്കം ബീഹാറിൽ 100 കോടി രൂപ മൂല്യമുള്ള വസ്തുക്കൾ പിടികൂടിയെന്ന് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ അറിയിച്ചു. ഒടുവിൽ തെരഞ്ഞെടുപ്പ് നടന്ന സംസ്ഥാനങ്ങളിൽ സ്ത്രീ വോട്ടർമാർ എത്രത്തോളം നിർണായകമായി എന്ന വിലയിരുത്തൽ മുന്നണികൾക്കുണ്ട്. അതുകൊണ്ട് അവസാന ലാപ്പിൽ പരമാവധി സ്ത്രീ വോട്ടർമാരെ സ്വാധീനിക്കാനുള്ള ശ്രമത്തിലാണ് പാർട്ടികൾ. ബീഹാറിലെ പട്നയിൽ നിന്നും വരുൺ വടശ്ശേരിക്കൊപ്പം ശ്രീനാഥ് ചന്ദ്രൻ, 24. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുമായി കൂടിക്കാഴ്ച നടത്താൻ സിറോ മലബാർ സഭാ നേതൃത്വം. സഭാ അധ്യക്ഷൻ മേജർ ആർച്ച് ബിഷപ്പ്മാർ റാഫേ തട്ടിലിന്റെ നേതൃത്വത്തിലുള്ള സംഘം ഉച്ചതിരിഞ്ഞ് 3 മണിക്ക് പ്രധാനമന്ത്രിയെ കാണും. ഫരീദാബാദ് അതിരൂപത ആർച്ച് ബിഷപ്പ്മാർ കുര്യാക്കോസ് ഭരണികുളങ്ങരയും കൂടിക്കാഴ്ചയിൽ പങ്കെടുക്കും. ലിയോ 14 മാർപ്പാപ്പയെ ഇന്ത്യയിലേക്ക് ക്ഷണിക്കുന്നതും രാജ്യത്ത് ക്രൈസ്തവർ നേരിടുന്ന വിവിധ പ്രശ്നങ്ങളും പ്രധാനമന്ത്രിയുമായുള്ള കൂടിക്കാഴ്ചയിൽ ചർച്ചയാകും. അതേസമയം കേന്ദ്രം ഒരു വശത്ത് ക്രൈസ്തവരെ ചേർത്ത് പിടിക്കുന്നുണ്ടെന്നും മറുവശത്ത് പീഡിപ്പിക്കുന്നുണ്ടെന്നും കൊടിക്കുന്നിൽ സുരേഷ് MP കുറ്റപ്പെടുത്തി. കേന്ദ്ര ഗവൺമെൻറ് ഒരു വശത്ത് ക്രൈസ്തവരെ ചേർത്ത് നിർത്തുമെന്ന് പറയുന്നു, മറുവശത്ത് അവരെ വല്ലാതെ പീഡിപ്പിക്കുന്ന, അവരുടെ വിശ്വാസമായി മുന്നോട്ട് പോകാൻ അനുവദിക്കാത്ത സാഹചര്യം നിലനിൽക്കുകയാണ്. അത് ഒരു വശത്ത് ക്രൈസ്തവർക്ക് വേണ്ടി എല്ലാ സംരക്ഷണവും നൽകും, അല്ലെങ്കിൽ മതന്യൂനപക്ഷങ്ങൾക്ക് സംരക്ഷണം നൽകുമെന്ന് പറയുകയും മറുഭാഗത്ത് ഇത്തരം ആളുകൾക്ക് എല്ലാവിധമായ പിന്തുണയും പ്രോത്സാഹനം നൽകുന്ന സാഹചര്യമാണ് ഇന്ന് ഇന്ത്യയിലുള്ളത്. വിമാന ടിക്കറ്റ് റീഫണ്ട് മാനദണ്ഡങ്ങളിൽ മാറ്റം വരുത്താൻ DGCA ബുക്ക് ചെയ്ത് 48 മണിക്കൂറിനുള്ളിൽ ടിക്കറ്റ് റദ്ദാക്കുന്നതിലൂടെ റീഷെഡ്യൂൾ ചെയ്യുന്നതിലും അധിക ചാർജുകൾ ഒഴിവാക്കും. ഇതിനായി പുതിയ ചട്ടങ്ങൾ രൂപീകരിക്കും. 21 പ്രവൃത്തി ദിവസങ്ങൾക്കുള്ളിൽ റീഫണ്ട് പ്രക്രിയ വിമാന കമ്പനികൾ പൂർത്തിയാക്കണം എന്ന വ്യവസ്ഥയും പുതിയ നിയമത്തിലുണ്ടാകും. നിയമത്തിന്റെ കരട് തയ്യാറായി എന്നാണ് വിവരം. വിമാന ടിക്കറ്റ് റീഫണ്ടുമായി ബന്ധപ്പെട്ട ആശങ്കകളുടെ പശ്ചാത്തലത്തിലാണ് മാറ്റങ്ങൾ വരുന്നത്. പരാതിയുമായി എത്തുന്ന അതിജീവിതമാർക്ക് സുരക്ഷിതത്വ ബോധം നൽകി പോലീസ് ചേർത്തു നിർത്തണമെന്ന് DGP റവാദ ചന്ദ്രശേഖർ. സ്റ്റേഷനിലെത്തുന്നവർക്ക് മാന്യമായ പരിഗണന നൽകണം. പോലീസിന്റെ സംസ്കാരമായി സുരക്ഷ മാറണമെന്നും DGP പറഞ്ഞു. Whenever a woman visits the police station, we shall treat with her with utmost amount of empathy. We should bring a smile to her face. I hope that will happen, and that will happen every time any person comes to the police station. She or she gets the required amount of attention quickly, and gets the succor that she deserves. മലപ്പുറം മഞ്ചേരിയിൽ പെൺകുട്ടിയെ പീഡിപ്പിച്ച രണ്ടാനച്ഛനും കൂട്ടുനിന്ന അമ്മയ്ക്കും 150 വർഷം കഠിന തടവ് വിധിച്ച് അതിവേഗ കോടതി. തിരുവനന്തപുരം സ്വദേശിയായ യുവതിയെയും പാലക്കാട് സ്വദേശിയായ യുവാവിനെയുമാണ് ശിക്ഷിച്ചത്. മഞ്ചേരി ഫാസ്റ്റ് ട്രാക്ക് കോടതിയുടേതാണ് ഉത്തരവ്. 2019 മുതൽ 2021 വരെ 2 വർഷമാണ് പെൺകുട്ടി പീഡനത്തിനിരയായത്. ആത്മകഥയിലെ വിമർശനങ്ങളിൽ പ്രതികരണവുമായി CPM കേന്ദ്ര കമ്മിറ്റി അംഗം EP ജയരാജൻ. പുസ്തകം വായിച്ചിരുന്നെങ്കിൽ എല്ലാത്തിനും വ്യക്തത വരുമായിരുന്നു. വായിച്ചിട്ടും സംശയമുണ്ടെങ്കിൽ കണ്ണൂരിൽ ഒരു പരിപാടി സംഘടിപ്പിക്കുമെന്നും അവിടെ മറുപടി പറയാമെന്നും EP ജയരാജൻ. ആ പുസ്തകം എല്ലാവരും വായിക്കട്ടെ. വായിച്ചു കഴിഞ്ഞാൽ അത് സംബന്ധിച്ചുള്ള അഭിപ്രായങ്ങൾ കേൾക്കാനും ഇനി എന്തെങ്കിലും കാര്യങ്ങൾ നിങ്ങൾക്ക് ഇനിയും അതിൽ പറഞ്ഞ കാര്യം മനസ്സിലാക്കാനുണ്ടെങ്കിൽ
അതിനുവേണ്ടി ഞാൻ പ്രത്യേകമായിട്ട് തന്നെ കണ്ണൂരിലൊരു പരിപാടി സംഘടിപ്പിക്കുന്നുണ്ട്. നിങ്ങളെല്ലാം ആ ദിവസം അവിടത്തേക്ക് വരും. അതേസമയം വൈദേകം റിസോർട്ടുമായി ബന്ധപ്പെട്ട ആത്മകഥയിലെ ഇ.പി. ജയരാജന്റെ വിമർശനത്തിൽ പ്രതികരിക്കാൻ CPM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ തയ്യാറായില്ല. കൂടുതൽ കേരള വാർത്തകൾ ചുരുക്കത്തിൽ നോക്കാം. കണ്ണൂർ ചാവശ്ശേരിയിൽ KPCC അധ്യക്ഷൻ സണ്ണി ജോസഫിനെതിരെ CPM-ന്റെ പ്രതിഷേധം. ചാവശ്ശേരി കൊട്ടാരം റോഡ് നവീകരണത്തിന് MLA ഒന്നും ചെയ്തില്ല എന്നാരോപിച്ചായിരുന്നു പ്രതിഷേധം. നെടുമ്പാശ്ശേരി വിമാനത്താവളത്തിൽ വൻ ലഹരിവേട്ട. 6 കോടിയിലധികം വില വരുന്ന ഹൈബ്രിഡ് കഞ്ചാവുമായി യുവാവ് പിടിയിലായി. വയനാട് സ്വദേശി അബ്ദുൾ സമദിനെ കസ്റ്റഡിയിലെടുത്തു. തിരുവല്ലയിൽ യുവതിയെ കുത്തിപ്പരിക്കേൽപ്പിച്ച ശേഷം തീ കൊളുത്തി കൊന്ന കേസിൽ പ്രതി കുറ്റക്കാരൻ. തിരുവല്ല സ്വദേശി അജിൻ റജി മാത്യു കുറ്റക്കാരനാണെന്ന് പത്തനംതിട്ട ജില്ലാ കോടതി വിധിച്ചു. അരൂർ സ്വദേശിനിയെ കവിതയെ കൊലപ്പെടുത്തിയത് പ്രണയാഭ്യർത്ഥന നിരസിച്ചതിന്. മലപ്പുറം നിലമ്പൂരിൽ പനി ബാധിച്ച് ചികിത്സയിലായിരുന്ന ആദിവാസി യുവതി മരിച്ചു. ചോലനായ്ക്കർ വിഭാഗത്തിലെ 22-കാരി സുസ്മിതയാണ് മരിച്ചത്. കാസർഗോഡ് നീലേശ്വരത്ത് കുട്ടിക്ക് നേരെ പാഞ്ഞടുത്തു തെരുവ് നായ്ക്കൾ. കുട്ടി കടിയേൽക്കാതെ തലനാരിഴയ്ക്ക് രക്ഷപ്പെട്ടു. CCTV ദൃശ്യങ്ങൾ 24. കോട്ടയം വൈക്കത്ത് വാഹനാപകടത്തിൽ വിദ്യാർത്ഥി മരിച്ചു. വൈക്കം സ്വദേശി മുഹമ്മദ് ഇർഫാനാണ് മരിച്ചത്. നിയന്ത്രണം നഷ്ടമായ ബൈക്ക് സമീപത്തെ പോസ്റ്റിൽ ഇടിച്ചാണ് അപകടം. കോട്ടയം നാഗമ്പടത്തിന് സമീപം കട ഉടമയായ വീട്ടമ്മയെ തലക്കടിച്ചു വീഴ്ത്തി സ്വർണ്ണമാല കവർന്നു. പനേക്കഴുപ്പ് സ്വദേശിനിയും രത്നമ്മയെ മർദ്ദിച്ചാണ് മാല മോഷ്ടിച്ചത്. പാലക്കാട് കിഴക്കഞ്ചേരിയിൽ കാട്ടുപന്നി ഇടിച്ച് ബൈക്ക് യാത്രികന് പരിക്ക്. കൊന്നക്കൽ കടവ് ചന്ദ്രനാണ് പരിക്കേറ്റത്. അമരം വീണ്ടും തിയേറ്ററുകളിൽ എത്തുമ്പോൾ വലിയ സന്തോഷത്തിലാണ് ചിത്രത്തിലെ സൂപ്പർ ഹിറ്റ് ഗാനങ്ങളുടെ ശില്പി കൈതപ്രം ദാമോദരൻ നമ്പൂതിരി. ഓർമ്മകൾ പങ്കുവച്ച് കൈതപ്രം ദാമോദരൻ നമ്പൂതിരി 24-നോട് സംസാരിച്ചു. ലോഹിതദാസ് ഭരതൻ കൂട്ടുകെട്ടിൽ പിറന്ന അമരത്തിൽ മലയാളികൾ എന്നും മൂളുന്ന ഒരു പിടി ഗാനങ്ങളുണ്ട്. അതെല്ലാം പിറന്നത് കൈതപ്രം ദാമോദരൻ നമ്പൂതിരിയുടെ തൂലികത്തുമ്പിൽ നിന്ന്. എല്ലാ പാട്ടുകളും അതുപോലെ മനോഹരമായ പാട്ടാണ്. അഴകേന്യൻ എന്നുള്ള പാട്ടുണ്ട്, പുലരെ പൂങ്കോടി ഒക്കെ നല്ല പാട്ട്. അവരെ പ്രാർത്ഥന, ആ പ്രാർത്ഥന ലതിക ടീച്ചർ പാടിയ പ്രാർത്ഥനയാണ് സ്കൂളിലെ പ്രാർത്ഥന. അത് ഇപ്പോഴും സ്കൂളുകളിൽ പ്രാർത്ഥന പാടുന്നുണ്ട്. അമരത്തിന്റെ വിജയത്തിൽ കൈതപ്രത്തിന്റെ വരികൾക്കുള്ള പങ്ക് ചെറുതല്ല. രവീന്ദ്രൻ, ജോൺസൺ, കൈതപ്രം കൂട്ടുകെട്ടിൽ സംഗീതാസ്വാദകർക്ക് ലഭിച്ചത് എക്കാലവും ഓർത്തുവെക്കാവുന്ന ഗാനങ്ങൾ. ട്യൂണാണ്. എഴുതിക്കണം ഞാൻ അപ്പം തന്നെ എഴുതി. വികാര നൗകയുമായി എഴുത്ത് ഒന്നും അക്ഷരം മാറ്റിയിട്ടില്ല. അതേ ട്യൂണ് ഒന്ന് ബാക്കിലോട്ട് വലിച്ചപ്പോൾ അത് രവിയേട്ടൻ്റെ പാട്ടായി മാറി. ആ വികാര നൗകയുമായി എന്നുള്ളത് ആ തോണിയിലിങ്ങനെ ഇതിങ്ങനെ ഒരു ചാഞ്ചാടുന്ന മമ്മൂട്ടിയുടെ നിങ്ങൾ ഇത് വിഷ്വൽ കണ്ടാൽ അറിയാം. അത്രയും മനോഹരമായിട്ടുള്ള ഒരു ഗാനം. അത് കട്ട് ചെയ്യണമെന്ന് കിത്തുവിനെ പോലുള്ള ആൾക്കാർ അന്ന് പറയാം. അപ്പോൾ കിത്തുവിനോട് പറഞ്ഞു, ഇതേ ഞങ്ങൾ വെറുതെ ഉണ്ടാക്കിയതല്ല, ഇത് മുറിച്ച ചോര വരുന്നു എന്ന് പറഞ്ഞ അതാണ് എനിക്ക് കിട്ടിയ ഏറ്റവും വലിയ അവാർഡ് എന്ന് ഞാനിപ്പോഴും വിശ്വസിക്കുന്നു. കലർന്നൊരു മണലിൽ 33 വർഷങ്ങൾക്കിപ്പുറം മദ്രാസിലെ റെക്കോർഡിംഗ് ഓർമ്മകൾ മനസ്സിൽ മായാതെ കിടപ്പുണ്ട്. വികാര നൗകയുമായി എന്ന പാട്ട് പാടാനാകില്ലെന്നറിയിച്ച് SP ബാലസുബ്രഹ്മണ്യം സ്റ്റുഡിയോയിൽ നിന്ന് ഇറങ്ങിപ്പോയതും പിന്നീട് ഡോക്ടർ KJ യേശുദാസ് പാടി ഹിറ്റാക്കിയതുമെല്ലാം. അങ്ങനെ ഈ പാട്ട് SP ബാലസുബ്രഹ്മണ്യം പാടാന്ന് പറഞ്ഞിട്ട് ഞങ്ങൾ റെക്കോർഡ് ചെയ്ത് ട്രാക്കൊക്കെ എടുത്ത് റെഡിയാക്കി വെച്ചിട്ട് എന്നിട്ട് രവിയേട്ടനകത്തേക്ക് പോയി ആ പാട്ടൊന്ന് പറഞ്ഞു കൊടുക്കാൻ വേണ്ടി. സത്യത്തിൽ അതേ ശബ്ദം എനിക്കിപ്പോഴും ഓർമ്മയുണ്ട്. രവി ഉനക്ക് മോളിലില്ല, ഈ പാട്ട് ആര് പാടണമെന്ന് നമുക്ക് தெரியாதா எனக்கு, ഇത് മലയാളം എനിക്ക് இந்த പാട്ട് இந்த ബേസിൽ എനിക്ക് പാടാൻ മുടിയാത്. എന്നിട്ട് പുള്ളി പോവാ സ്വന്തം സ്റ്റുഡിയോ നിന്ന്. എന്നിട്ട് പറഞ്ഞു പെണ്ണ് നിർത്തിയില്ല, പെണ്ണെ പാടാൻ ദാസനെ ഉള്ളൂ. ദാസനെ വിളിച്ചു. രാത്രി ദാസൻ 10 മണിക്ക് വന്നിട്ട് അതും പാടി. ഈ പാട്ട് പാടിയ ആ ഒരു അനർക്കമായ മുഹൂർത്തം എനിക്ക് ഓർമ്മയുണ്ട്.
ദാസേട്ടൻ പാടിയിട്ട് കേട്ടിട്ട് ഇങ്ങനെ കണ്ണ് അടച്ചിട്ട് പോയത് ഓർമ്മയുണ്ട്. അതാണ് എൻ്റെ അമരത്തിൻ്റെ ഓർമ്മ. 4K ദൃശ്യമികവിൽ സിനിമ വീണ്ടും തിയേറ്ററുകളിലെത്തുമ്പോൾ സന്തോഷത്തിലാണ് കൈതപ്രം. സമീർ സി മുഹമ്മദ്, 24 കോഴിക്കോട്. ഇതോടെ 1 PM ന്യൂസ് അവസാനിക്കുന്നു.